നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 2 ചെറുമാര്യൻ പോത്ത് സ്വാമിക്ക് ഏർവാഹനമാകുന്നു. 19-ാം ദിനത്തിൽ തുടർന്ന് കേൾക്കുക. പ്രഭു, ഞാൻ എങ്ങനെയാണ് അവിടുത്തെ ദാസനായത്? അരുളി ചെയ്താലും പ്രഭു, അതും എനിക്ക് അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. സ്വാമി പറഞ്ഞു, എൻ്റെ മുത്തച്ഛനായ കൂളിവാക മാതാവിൻ്റെ അച്ഛൻ കുക്കുന്ദര മഹാരാജൻ ഒരിക്കൽ തൻ്റെ നായാട്ടു സമയത്ത് ഗോത്രനാഥൻ എന്നൊരു കാട്ടുപോത്തിൻ്റെ ഇടിയേറ്റ് മരിച്ചുപോയി. കുക്കുന്ദര മഹാരാജാവിൻ്റെ മരണവിവരം അറിഞ്ഞ രാജപത്നി വനദേവത ആയ വനശ്രീ മാതാവ് ഉഗ്ര കോപിഷ്ഠയായി നിന്റെ പിതാവായ ഗോത്രനാഥനെ തൻ്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി ഭയന്ന് വിറച്ച് വനശ്രീ മാതാവിൻ്റെ അരികിലെത്തിയ ഗോത്രനാഥൻ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, അടിയന് അറിയാതെ സംഭവിച്ച ഒരു പിഴവാണ് മാതാവേ. അവിടുന്ന് പുറത്ത് കനിവുണ്ടായി ഇതിന് തക്കതായ അതികഠിനമായ ഒരു പ്രായശ്ചിത്തം അരുളി ചെയ്താലും അമ്മേ. അവിടുത്തെ ആജ്ഞ എന്തു തന്നെയായാലും അടിയനത് ശിരസ വഹിച്ചുകൊള്ളാം. ഹേ ഗോത്രനാഥ, അദ്ദേഹം ഈ കാനനത്തിന്റെ രാജാവാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെയും രാജാവെന്ന പരിഗണന നൽകാതെയും അദ്ദേഹത്തിന്റെ ജീവൻ നീ നിഷ്കരണമില്ലാതാക്കി. അദ്ദേഹത്തിന്റെ നായാട്ടുവേളയിൽ സംഭവിച്ച ചെറിയൊരു പിഴവിനു പകരമായാണ് നീ ഈ ദാരുണ കൃത്യം ചെയ്തത്. എൻ്റെ പതി അമ്പെയ്തത് നിന്റെ ഗർഭിണിയായ പത്നിയെ ആക്രമിക്കാൻ വന്ന സിംഹിയെ ലക്ഷ്യം വെച്ചിട്ടാണ്. നിർഭാഗ്യവശാൽ ചെറിയൊരു പിഴവ് സംഭവിച്ച് നിന്റെ പത്നിയുടെ ശരീരത്തിൽ ചെറിയ മുറിവേറ്റു. എൻ്റെ പതിയുടെ അമ്പേറ്റ് ആ സിംഹി ചത്തില്ലായിരുന്നുവെങ്കിൽ ഗർഭിണിയായ നിന്റെ പത്നി ക്രൂരയായ ആ സിംഹിക്ക് ആഹാരമായി പോകുമായിരുന്നു. ഇതൊന്നും അറിയാതെയുണ്ടായ അന്ധമായ നിന്റെ കോപത്താൽ എനിക്കെൻ്റെ പതിയെ നഷ്ടപ്പെട്ടു. പൊറുക്കണം മാതേ, പൊറുക്കണം. എന്നേക്കാൾ ഉപരി എൻ്റെ പത്നിയെയും അവളുടെ ഉദരത്തിൽ വളരുന്ന എൻ്റെ മകനെയും കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. പിന്നിൽ നിന്നും ആക്രമിക്കാൻ വരുന്ന സിംഹിയെ ലക്ഷ്യം വെച്ചാണ് മഹാരാജൻ അമ്പെയ്തതെന്ന് അന്നേരം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അമ്മേ, രക്തം വാർന്നൊലിച്ചു നിൽക്കുന്ന എൻ്റെ പത്നിയെയും കണ്ടപ്പോൾ അന്നേരം എനിക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രമാണ് രാജാവാണെന്ന് അറിഞ്ഞിട്ടും കോപത്താൽ അന്ധനായ ഞാൻ അവിടുത്തെ പതിയെ ഇടിച്ചു വീഴ്ത്തിയത്. എങ്ങനെ ഞാൻ പ്രായശ്ചിത്തം ചെയ്താലും അത് അധികമാവില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എങ്കിലും അരുളി ചെയ്താലും അമ്മേ, അവിടുത്തെ ഇംഗിതം എന്തു തന്നെയായാലും ഞാനത് അനുസരിച്ചു കൊള്ളാം. ഗോത്രനാഥ, പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് നീ ചെയ്തതെങ്കിലും കാലമാകുന്ന മായയാണ് ഇതിനെല്ലാം കാരണം. അതിനാൽ ഗർഭിണിയായ നിന്റെ പത്നി പ്രസവിക്കുന്ന കുട്ടിക്ക് എൻ്റെ മക്കൾക്ക് ജനിക്കാൻ പോകുന്ന ത്രിഗുണാത്മകനായ ശൈവശക്തിയും വൈഷ്ണവശക്തിയും ശാക്തേയത്തിൽ ലയിച്ചു ചേർന്ന് പിറക്കുന്ന കുട്ടിക്ക് ഏർവാഹനമായി എന്നും നിലകൊള്ളണം. അങ്ങനെയാണ് ചെറുമാര്യ നിന്റെ ജന്മം ഉണ്ടായത്. എൻ്റെ ഏർവാഹനമായതും അച്ഛൻ പരമേശ്വരൻ എനിക്ക് തോറ്റി തന്നതും പുനർജന്മത്തിനായി കാത്തു നിൽക്കുന്ന ദത്തൻ്റെ ജീവാത്മാവിനെയാണ്. ഇപ്രകാരം ചെറുമാര്യ, നീ ഒരു സുന്ദര മഹിഷമായി ജന്മം കൊണ്ടു. നിന്റെ കഴിഞ്ഞ ജന്മം നീ ദത്തനായിരുന്നു. എന്നാൽ നിന്റെ പത്നിയായ ലീലയാകട്ടെ നിന്നിൽ നിന്നുള്ള ശാപത്താൽ ലീലയിലെ മനോവ്രത നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു. ആ വേദനയിൽ ലീല സ്വയം ശരീരത്യാഗം ചെയ്തു.